പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ 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 നൽകണമേ പുതു പന്തക്കുസ്താ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. വീണ്ടും ഒരു പെന്തക്കൊസ്ത. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മൾ ഒരുങ്ങുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ഒരു വലിയ അനുഗ്രഹമായി മാറുവാൻ. ഈ അവസാന നാളുകളിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കാൻ പോകുന്ന ദിവസമാണ്. പെന്തക്കൊസ്ത നാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് പെന്തക്കൊസ്തയെ നമ്മൾ നേരിടേണ്ടത്? എന്താണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ? ഈ വലിയ ബോധത്തോടുകൂടി നമ്മൾ അങ്ങ് തയ്യാറാവുകയാണ്. ഈ സമയം നിങ്ങൾ ഏത് സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ ഒരു സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഈ ഒരു ടിവിയുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുക വളരെ വലിയ കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും തിരക്കിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് വെച്ച് ഫിലിപ്പിയൻസ് 4:4 സന്തോഷിക്ക്, ഇടതടവില്ലാതെ സന്തോഷിക്ക്. ഈ അവസാന നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിനായി നമ്മൾക്കൊന്ന് കാതോർക്കാം. എല്ലാവരും ഇരുകരങ്ങളും ഒന്ന് മാറോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് വിളിക്കാം. എല്ലാ കണ്ണുകളും ദൈവത്തിലേക്ക് ചേർത്ത് വെക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം അപ്പസ്തോല പ്രവൃത്തികളിൽ 2-ാം അധ്യായം അതേ സംഭവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ കടന്നു വരണം. കൊടുങ്കാറ്റടിക്കണം, തീനാവുകൾ കടന്നു വരണം, എനിക്ക് സംസാരിക്കണം ദൈവത്തിൻ്റെ ഭാഷയിൽ. ഈ വലിയ ബോധത്തോടുകൂടി, ആ വലിയ ബോധ്യത്തോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. കൈകൾ മാറോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ആത്മാവ് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ ജീവനേകുന്ന ആത്മാവാണ്. നീ ജീവൻ തന്നെയാണ്. ആത്മാവില്ലാതെ എനിക്കൊരു നിമിഷം നടക്കാനാവില്ല. ആത്മാവാണ് എൻ്റെ ജീവന്റെ ഉറവിടം. ആത്മാവേ, നീ സ്വർഗം തുറന്നിറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ കേൾക്കുന്ന, ഞങ്ങൾ കാണുന്ന, ഞങ്ങൾ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾ ദൈവത്തോട് ചേരുവോളം അവിടുന്ന് മുന്നോട്ടും ദൈവസ്നേഹമായി നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ ഇറങ്ങി വരണമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. നിന്റെ വലിയ സാന്നിധ്യത്തിന് ഞങ്ങളെ വിട്ടുതരികയാണ്, പരിപൂർണമായി സമർപ്പിക്കുന്നു. നമുക്കൊന്നേർന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ 2 ലൈനുകൾ പാടി നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നെഞ്ചിലേക്ക് ഏറ്റെടുക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു
നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിപ്പാൻ വരണേ. ഹല്ലേലൂയ. റിക്കബരശാന്തരോ ലാരിയോ റിക്കോറിയാരാ ഓശാന്തരോ ലാരിയോ റിയാരാ ശാന്തരോ ലാരിയോ റിക്കബരാ ശാന്തരാ ലാരിയാ റിക്കാരിയ മമ്മ ഓ ശാന്തി അരക്ക ലാരിക്കോറിയ ബബ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, റോമ 8:11 പ്രകാരം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ശക്തിയെ, ലാസറേ പുറത്തു വരിക എന്ന് യേശു കൽപ്പിച്ചപ്പോൾ ആ വാക്കിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ അവസാന നാളുകളിൽ, ഈ ലാറ്റർ ഡേയ്സിൽ, ഈ ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾ നിന്റെ വലിയ ശക്തിക്കായി കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങണമേ. കൊടുങ്കാറ്റടിക്കണം, വലിയ സാന്നിധ്യം ഒഴുകണം, വലിയ ഇടപെടലുകൾ ഉണ്ടാകണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തീ പോലെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ട്, ഇത് കണ്ടുകൊണ്ട് നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെന്തിക്കോസ്റ്റൽ ഡേ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ദൈവമേ, ചീഞ്ഞളിഞ്ഞ മാംസം പോലിരിക്കുന്ന വ്യക്തികളെ നീ കൂട്ടിച്ചേർക്കണമേ. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഐസിയുവിലും വെന്റിലേറ്ററിലും മരണത്തെയും ജീവനെയും ഒരുപോലെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവനേകണമേ. മരിച്ചവരെ നീ പുനർജീവിപ്പിക്കണമേ. ക്യാൻസറുകളും ട്യൂമറുകളും, ബെഡിൽ അനങ്ങാതെ കിടക്കുന്ന വ്യക്തികളും, പെടലിയുറയ്ക്കാത്ത കുഞ്ഞുങ്ങളും, നെഞ്ചിൽ നൊമ്പരമായി അനാഥത്വത്തിൻ്റെ, വേദനയുടെ, ഭയത്തിൻ്റെ, ഡിപ്രഷൻ്റെ, ആൻസൈറ്റിയുടെ മേഖലയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ആത്മാവിന്ന് ജീവനേകണമേ. പരീക്ഷയും പഠനവും ജീവിതത്തിൽ കഠിനമായി മാറുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അനുഗ്രഹമാകണമേ. പാപത്തിൻ്റെ കോണിലൂടെ, പാപത്തിൻ്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന യൗവനങ്ങളെ നീ വലിയ സ്വപ്നങ്ങളിലേക്ക് കൈപിടിക്കണമേ. ദാസന്മാരും ദാസിമാരും, യുവാക്കളും യുവതികളും കർത്താവെ ദർശനങ്ങൾ കാണുന്ന ഒരു വലിയ ദിവസമാക്കി ഇന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് വെക്കുകയാണ്. വലിയ സാന്നിധ്യം ഒഴുകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി, ലോകത്തിൻ്റെ ഏറ്റവും അനുഗ്രഹമാകുന്ന കാര്യം അത് മറ്റൊന്നുമല്ല,
പരിശുദ്ധാത്മാവ്, റൂഹ, ദൈവം തൻ്റെ ജനത്തിനായി ഒരുക്കി വച്ചിരുന്ന സമ്മാനം. അപ്പസ്തല പ്രവൃത്തികൾ 1:4 ശക്തമായി പറയുന്നൊരു വാക്യമാണ്: എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാതെ ഒരാൾ പോലും ജെറുസലേം വിട്ടു പോകരുത്. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിനെ ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നിറഞ്ഞു കവിഞ്ഞു നിന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കണം. ബൈബിള് തുടങ്ങുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ. ബൈബിൾ അവസാനിക്കുന്ന വെളിപാട് 22-ാം അധ്യായം, അതും അവസാനിക്കുന്നത്, അതിൻ്റെ തുടക്കം എവിടെയാണ്? ഒരു വലിയ ജീവനദിയിലാണ് അത് ചെന്ന് അവസാനിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വെള്ളത്തിന് മുകളിൽ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആ വലിയ ചൈതന്യം പുറപ്പാട് തൊട്ട്, ലേവ്യര് തൊട്ട്, പുതിയ നിയമം തൊട്ട് വെളിപാടിൽ വരെ ജനത്തെ മുന്നോട്ട് നടത്തിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ പെന്തിക്കോസ്റ്റൽ, ഒരു വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാക്കി ഇന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം. ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 9-ാം വാക്യവും 13-ാം വാക്യവും ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ദൈവം മോശയോട് അരുളി ചെയ്തു, അഹരോനോടും അവൻ്റെ പുത്രന്മാരോടും ഇങ്ങനെ പറയുക: ദഹനബലിക്കുള്ള ബലിവസ്തു ഈ അഗ്നികുണ്ഡത്തിൻ്റെ മുകളിൽ, ബലിപീഠത്തിൻ്റെ മുകളിൽ രാത്രി തൊട്ട് പ്രഭാതം വരെ അവിടെ വെച്ചിരിക്കണം. അടുത്ത വാക്യം വളരെ ശക്തമാണ്: ഈ ബലിപീഠത്തിലെ അഗ്നി ഒരിക്കലും കെട്ടുപോകരുത്. 9-ഉം 13-ഉം വാക്യങ്ങൾ ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നു, ഒരിക്കലും അഗ്നി കെട്ടുപോകരുത്. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അഗ്നി കെട്ടുപോകരുത്. അഗ്നി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രതീകമാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകം. ഒരിക്കലും കെട്ടുപോകാതിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, അത് തുടങ്ങുന്നത് എവിടെയാണ്? അതിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം കടന്നു പോവുക. ബൈബിൾ എടുക്കാം, എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്ന ഒരു വലിയ സമയമാണ്. 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായം, അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക: എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവികൾ കൊണ്ട് കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദൈവം അതെല്ലാം ആത്മാവ് മുഖേന നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കണ്ണുകൾ കൊണ്ട് കാണാനാവാത്തത്, ഹൃദയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനാവാത്തത്, നമ്മുടെ ചിന്തകൾ കൊണ്ട് മനസ്സിലാക്കാനാവാത്തത് ഒരു വലിയ സത്യം, ഒരു വലിയ അനുഗ്രഹം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ആഴം അറിയുന്ന ഒരു സമയമാക്കി ഇത് മാറ്റാം. പെന്തിക്കോസ്റ്റ്. എന്താണ് പെന്തിക്കോസ്റ്റ്? നമ്മളെല്ലാവരും ഒരു പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്
ഈ ഒരു വലിയ സത്യമെന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ആഴത്തിലേക്ക് നമ്മൾക്ക് കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കേട്ടിരിക്കുന്നു അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 2-ൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരികയും അവർ ഇരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങുകയും വലിയ ശക്തിയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വ്യാപരിക്കുകയും ചെയ്തത് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ പെന്തിക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് കയറി വരിക, ചിന്തകളിൽ കയറി വരിക, ആക്ട്സ് ചാപ്റ്റർ 2-ലെ ഒരു വലിയ അഗ്നിനാവുകളുടെ രൂപത്തിൽ കടന്നു വരുന്ന വലിയൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എന്നാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, പരിശുദ്ധാത്മാവ് കടന്നു വന്ന ഒരു ദിവസത്തെ അല്ല ഇവിടെ പെന്തിക്കോസ്റ്റ് എന്ന് പറയുക. പഴയ നിയമ കാലഘട്ടം തൊട്ട് പെന്തിക്കോസ്റ്റ് ഒരു പ്രത്യേക തിരുനാളായിരുന്നു. ആ തിരുനാളിൻ്റെ ദിവസമാണ് പരിശുദ്ധാത്മാവ് കടന്നു വരിക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആഴം അറിയുവാൻ നമ്മൾ ശ്രമിക്കുക. വളരെ വ്യക്തതയുള്ള ഒരു വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറും. പ്രിയപ്പെട്ട ദൈവജനമേ, യഹൂദ വംശം തിരുനാളുകളുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വംശമാണ്. എല്ലാ കാലത്തും ആഘോഷവും അവരുടെ ജീവിതത്തിലുള്ള സെലിബ്രേഷനും അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ സാധ്യതയാണ്. യഹൂദ വംശത്തിന് നടുവിൽ അവർ പ്രത്യേകമായി 7 തരത്തിലുള്ള തിരുനാളുകളാണ് അവർ ആഘോഷിക്കുവാറുള്ളത്. ഒന്നാമത്തെ അവിടെ തിരുനാൾ എന്ന് പറയുക പെസഹ എന്ന ഹെബ്രായ ഭാഷയിൽ അറിയപ്പെടുന്ന തിരുനാളാണ്. പാസ് ഓവർ നമ്മൾ ആഘോഷിക്കുന്ന ഒരു തിരുനാളുമാണിത്. ഈ വർഷത്തിൻ്റെ ഈ മാസം നിങ്ങൾക്ക് ആദ്യ മാസമായിരിക്കണം എന്ന് പറഞ്ഞ് പുറപ്പാട് 12-ൽ തുടങ്ങുന്ന പെസഹ ഒന്നാമത്തെ തിരുനാളാണ്. രണ്ടാമത് അവിടെ ജീവിതത്തിൽ കടന്നു വരുന്ന അടുത്ത തിരുനാളാണ് പെന്തിക്കോസ്റ്റ്. ഈ പെസഹ തൊട്ട് 50 ദിവസം കഴിയുമ്പോൾ തുടങ്ങുന്ന തിരുനാള് ഷുവോത്ത് എന്ന ഒരു ഹീബ്രു വേർഡിൽ അറിയപ്പെടുന്ന ഒരു തിരുനാള്. മൂന്നാമത് അവരുടെ തിരുനാളാണ് ഈ വാഗ്ദാന പെട്ടകത്തിൻ്റെ ഒരു തിരുനാൾ, ടാബർനാക്കിൾ ഫെസ്റ്റ്. അതിനെ സുക്കോത്ത് എന്ന് പറയുന്ന ഒരു ഹീബ്രു വേർഡിലാണ് അറിയപ്പെടുക. നാലാമത്തെ തിരുനാളാണ് കാഹളത്തിൻ്റെ തിരുനാൾ, ട്രംപറ്റ് ഫെസ്റ്റിവൽ. അതിനുശേഷം അറ്റോൺമെന്റ് എന്ന് വെച്ചാൽ ഇവരെ കവർ ചെയ്യുന്ന ഒരു തിരുനാള് കടന്നു വരും. യോം കിപ്പൂർ എന്ന് പറയുന്ന വാക്കിൽ, ഹീബ്രു വാക്കിൽ കടന്നു വരുന്ന തിരുനാൾ. പിന്നീട് വരുന്നത് പുരീം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലാണ്. 7-ാമത്തെ തിരുനാളാണ് ലൈറ്റുകളുടെ പ്രകാശത്തിൻ്റെ തിരുനാളായ ഹനൂക്ക്. അങ്ങനെ 7 തിരുനാളുകളാണ് യഹൂദ വംശം ആഘോഷിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, എന്നാൽ ബൈബിളിൽ യഹൂദരുടെ 7 തിരുനാളുകളെ വളരെ വ്യക്തമായി അവരോട് ദൈവം ആവശ്യപ്പെട്ടു 3 തിരുനാളുകളായി അവ മാറ്റുവാൻ. അങ്ങനെ അവർ 3 തിരുനാളുകളിൽ വന്നുപെട്ടു. അവർ പ്രാധാന്യത്തോടെ വളരെ ശക്തിയോടെ ആഘോഷിക്കേണ്ട 3 തിരുനാളുകളാണ് ബൈബിൾ അവിടെ മുമ്പിലേക്ക് വെച്ചത്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ഉം ലേവിയുടെ പുസ്തകം 23-ലും ഈ ഒരു തിരുനാളുകളുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമതായി അവർ വളരെ കോമണായി സാധാരണമായി ആഘോഷിക്കേണ്ട ഒരു തിരുനാളാണ് സാബത്ത്. 6 ദിവസം ജോലിയും 7-ാം ദിവസം ദൈവത്തിന് കൊടുക്കുന്ന വിശുദ്ധ ദിവസമായി മാറുന്ന 7-ാം ദിവസം. എന്നാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, ഈ സാബത്തിന് അപ്പുറമായി 3 പ്രധാനപ്പെട്ട തിരുനാൾ പഴയ നിയമപ്രകാരം യഹൂദ വംശം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ 1-ാമത്തെ തിരുനാളാണ് പെസഹ. 2-ാമത്തെ തിരുനാളാണ് ഈ കൊയ്ത്തെടുപ്പിൻ്റെ തിരുനാളാകുന്ന പെന്തിക്കോസ്റ്റൽ. 3-ാമത്തെ തിരുനാളാണ് വാഗ്ദാന പെട്ടകത്തിൻ്റെ ഓർമ്മയ്ക്കായി അവർ ചെയ്യുന്ന തിരുനാൾ, ടാബർനാക്കിൾ ഫെസ്റ്റ്. അങ്ങനെ 3 തിരുനാളുകളാണ് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പുറപ്പാടിൻ്റെ 23-ാം അധ്യായത്തിലൊക്കെ വ്യക്തമാക്കുക, യഹൂദ വംശത്തിൽ 12 വയസ്സിന് മുകളിലുള്ള എല്ലാ ആണുങ്ങളും
ഒരു വർഷത്തിൽ 3 പ്രാവശ്യം ദേവാലയത്തിലേക്ക് വരണം, ബലിയർപ്പിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ജീവിതത്തെ വ്യക്തമാക്കണം. ഇങ്ങനെ 3 തിരുനാളുകൾ പഴയ നിയമത്തിൽ ആഘോഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക, പുതിയ നിയമത്തിൽ ദൈവം ഏതെങ്കിലും തിരുനാളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, നമ്മൾക്ക് കാത്തിരിക്കാം. 3 തിരുനാളുകൾ ഒരു പുതിയ നിയമ വിശ്വാസിയുടെ മുന്നിൽ ദൈവം വെച്ചിട്ടുണ്ട്. ആ തിരുനാളുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസ്, അനുഭവം, ആ വലിയ സാധ്യത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പെന്റിക്കോസ്റ്റ് ഒരു ഗ്രീക്ക് വേർഡാണ്. ഈ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം 50 എന്നൊരു വാക്യമാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമായി മാറുക. പെന്റ് എന്ന് വെച്ചാൽ 5. അതിനോട് ചേർത്ത് വെച്ചാണ് പെന്റിക്കോസ്റ്റ് എന്ന ഗ്രീക്ക് വേർഡ് ലോകത്തിന് നടുവിൽ കടന്നു വരിക. ഷുവോട്ട് എന്ന ഹീബ്രു വേർഡാണ് ഈ പെന്റിക്കോസ്റ്റിന് ഹെബ്രായ ഭാഷയിൽ ഉപയോഗിക്കുക. എന്നാൽ ഗ്രീക്ക് പദമാണ് ലോകത്തിൽ മുഴുവൻ നമ്മൾ പോലും അത് ഏറ്റെടുത്തിരിക്കുക. യഥാർത്ഥത്തിൽ പെസഹ കഴിഞ്ഞ് കൊയ്ത്തെടുപ്പ് നടക്കുന്നതിനെ ആസ്പദമാക്കി കൊയ്ത്തെടുപ്പിൻ്റെ ആദ്യഫലമായ കറ്റ പുരോഹിതന് സമർപ്പിക്കണം എന്ന് ദൈവത്തിൻ്റെ നിയമം. അങ്ങനെ കൊയ്ത്തെടുപ്പിനെ ചേർത്ത് വെച്ച് കറ്റയുടെ സമർപ്പണമാണ് പെന്തിക്കോസ്റ്റൽ തിരുനാളിന് ആ ഒരു കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ കാരണമായി മാറിയത്. കൊയ്ത്തെടുപ്പ് നോക്കുമ്പോൾ യഹൂദ വംശത്തിന് ഒരു വർഷത്തിൽ 2 സമയത്ത് കൊയ്ത്തെടുപ്പ് നടക്കാറുണ്ട്. 1 ബാർലിയുടെ കൊയ്ത്തെടുപ്പും 2 ഗോതമ്പിൻ്റെ കൊയ്ത്തെടുപ്പും. അങ്ങനെ 2 കൊയ്ത്തെടുപ്പെടുത്താലും അതിൻ്റെ ആദ്യത്തെ കറ്റ അവർ ദൈവത്തിന് സമർപ്പിക്കണം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, പെസഹ കഴിഞ്ഞ് 50-ാമത്തെ ദിവസം എന്ന് വെച്ചാൽ 7 പരിപൂർണമായ ആഴ്ചകൾക്ക് ശേഷം വരുന്ന ആ പിറ്റേ ദിവസമാണ് 50-ാമത്തെ ദിവസം. അതാണ് പെന്തിക്കോസ്റ്റൽ ഡേ ആയി, ദിവസമായി യഹൂദർ ആചരിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, ഒരു കാര്യം ഓർത്തുകൊള്ളുക, പഴയ നിയമത്തിൽ പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയുക ഒരു കൊയ്ത്തെടുപ്പിൻ്റെ ഉത്സവമാണ്. സത്യമല്ലേ? യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലും അതൊരു കൊയ്ത്തെടുപ്പാണ്. മെയ് മാസത്തിൻ്റെ അവസാനവും അല്ലെങ്കിൽ ജൂൺ മാസത്തിൻ്റെ ആദ്യവും വരുന്ന ഒരു ഫെസ്റ്റിവൽ, ഒരു തിരുനാളായിരുന്നു ഈ പെന്തിക്കോസ്റ്റൽ ഡേ. ഒരു ദിവസം മാത്രമായി ആചരിച്ചു കൊണ്ടിരുന്ന ദിവസം. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളും യഹൂദ വംശം പ്രത്യേകിച്ച് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് പെസഹായ്ക്കും പെന്തിക്കോസ്റ്റൽ ടൈമിലും ജെറുസലേമിൽ ഉണ്ടായിരിക്കുക എന്നത്. റോഡ് മുഴുവൻ തിരക്കായിരിക്കും. കുട്ടികൾ മുഴുവൻ ആനന്ദഗീതം ആലപിക്കുന്ന ഈ ഒരു തിരുനാളിനോട് ചേർത്ത് വെച്ചാണ് അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദ വംശത്തിൻ്റെ നടുവിൽ ഈ ഉത്സവം കടന്നു പോവുക. നിരവധി ആളുകൾ ഈ രാജ്യത്തേക്ക് കടന്നു വരും, ബലിയർപ്പിക്കും. 50 കിലോമീറ്ററിന് ജെറുസലേമിന് അകലെയുള്ള എല്ലാ വ്യക്തികളും ഈ ദേവാലയത്തിൽ ഈ പെന്തിക്കോസ്റ്റൽ ഡേയിൽ വന്നിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു നിയമവും കൂടിയായിരുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, ഇത് വളരെ വലിയ ഒരു സാക്രിഫൈസ് എന്ന് വെച്ചാൽ ഒരു ബലിയുടെ ദിവസവുമായിരുന്നു. പെന്തിക്കോസ്റ്റൽ ഡേയിൽ ബലിയർപ്പിക്കണം. ഓർക്കുക, 2 കാര്യങ്ങൾ ഇവിടെ പ്രധാനമാണ്. 1, പെന്തിക്കോസ്റ്റൽ ഡേ കൊയ്ത്തെടുപ്പാണ്. 2, ഒരു ബലിയർപ്പണം. അവരുടെ ആദ്യ ഫലത്തിൻ്റെ കറ്റയുടെ അതിൽ നിന്നെടുക്കുന്ന ബാർലിയിൽ നിന്ന് ഒരു ബ്രെഡ് ഉണ്ടാക്കി, ഒരപ്പമുണ്ടാക്കി അവർ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ബലിയർപ്പണം കടന്നു വരുന്നു. ഓർക്കുക, പെന്തിക്കോസ്റ്റൽ ഡേ തുടങ്ങുക 2ാമത്തെ കൊയ്ത്തെടുപ്പാകുന്ന ഈ വീറ്റിൻ്റെ എന്ന് വെച്ചാൽ ഗോതമ്പിൻ്റെ കൊയ്ത്തെടുപ്പിന് തുടക്കത്തോടും ബാർലിയുടെ കൊയ്ത്തെടുപ്പ് അവസാനിക്കുന്ന സമയത്തുമാണ് യഥാർത്ഥത്തിൽ ഈ പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഡേ ഫെസ്റ്റിവൽ കടന്നു വരിക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, ശ്രദ്ധിച്ചുകൊള്ളുക, പുതിയ നിയമത്തിൽ പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസിനെ നമ്മൾ കാണുക
ഒരു വലിയ അനുഗ്രഹമായിട്ടാണ്. ഇതൊരു വലിയ അനുഗ്രഹമാകണമെങ്കിൽ പഴയ നിയമത്തിൽ യഹൂദർ 3 തിരുനാൾ ആഘോഷിച്ചിരുന്നു: പെസഹ, പെന്തിക്കോസ്റ്റ്, ടാബർനാക്കിൾ ഫെസ്റ്റ്. എന്ന് വെച്ചാൽ വാഗ്ദാന പെട്ടകത്തിൻ്റെ വലിയ അനുഗ്രഹം ആ ഒരു തിരുനാൾ ആഘോഷിച്ചിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പുതിയ നിയമത്തിലും ഒരു വിശ്വാസിക്ക് 3 തിരുനാളുകൾ നിർബന്ധമാണ്. സാബത്തിനപ്പുറം സാധാരണമായി ആചരിക്കുന്ന സാബത്തിനപ്പുറം 3 തിരുനാളുകൾ ഒരു പുതിയ നിയമ വിശ്വാസിയുടെ അടിസ്ഥാനമായി മാറണം. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക: യേശുക്രിസ്തുവിൻ്റെ മരണം, ഉത്ഥാനം, 3 പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ശ്രദ്ധിക്കുക: യേശുവിൻ്റെ മരണം, രണ്ടാമത്തേത് ഉത്ഥാനം, മൂന്നാമത്തേത് പെന്തിക്കോസ്റ്റ്. പ്രിയപ്പെട്ട യുവജനമേ, 3 തിരുനാളുകൾ യഹൂദർക്ക് പഴയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പുതിയ നിയമ വിശ്വാസിയായ എനിക്കും നിനക്കും ദൈവം വെച്ചിരിക്കുക 3 പ്രധാനപ്പെട്ട തിരുനാളുകളാണ്. യേശുവിൻ്റെ മരണവും ഉത്ഥാനവും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും നമ്മുടെ ജീവിതത്തിൽ ഒരു തിരുനാളായി, ഒരു ഉത്സവമായി, ഒരു കൊയ്ത്തെടുപ്പായി കടന്നു വരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകണമെന്നില്ല. വളരെ ശ്രദ്ധിക്കുക: യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം ഉത്ഥാനത്തിന് ശേഷം 40 ദിവസം യേശു ജനങ്ങളുടെ നടുവിൽ ഉണ്ടായിരുന്നു. അവിടെ അവൻ വചനം പഠിപ്പിക്കുകയും ശിഷ്യന്മാരെ തൻ്റെ പുതിയ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, ഒലിവ് മലയിൽ വെച്ച് ഈ യേശുക്രിസ്തു മുകളിലേക്ക് ആരോഹണം ചെയ്യുന്നു. പെന്തിക്കോസ്റ്റ് ഡേയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യം, 40 ദിവസം ഉത്ഥാനത്തിന് ശേഷം യേശുക്രിസ്തു ഒലിവ് മലയിൽ ആരോഹണം ചെയ്യുന്നതിന് നടുവിലുള്ള കാര്യങ്ങൾ. പിന്നീട് ശിഷ്യന്മാർ തിരികെ അവർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് വരികയാണ്, ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, ഉത്ഥാനം ചെയ്തതിന് ശേഷം ആരോഹണം ചെയ്യുമ്പോൾ അത് കണ്ട് തിരികെ വരുന്ന ശിഷ്യന്മാർ. ഇതൊരു പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്. 2 രാജാക്കന്മാർ 2-ൽ ഏലിയായും എലീശായും. എലീശ ഏലിയായെ ഒരു സാധ്യതയും വിട്ടുമാറാതെ, ഒരു കാരണവശാലും അകലാതെ ഈ ഏലിയായുടെ പുറകെ എലീശ കടന്നു പോവുകയാണ്. ഏലിയ പലതവണയും എലീശയെ പിൻവാങ്ങുവാൻ നിശ്ചയിക്കുമ്പോഴും പറയുമ്പോഴും എലീശ ഒരിക്കൽ പോലും പിൻവാങ്ങുന്നതായി കാണുവാൻ പറ്റുന്നില്ല. അവസാനം 2 രാജാക്കന്മാർ 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ എലീശ ഏലിയായോട് ചോദിക്കുന്നുണ്ട്: എനിക്ക് നിന്റെ ഇരട്ടി പങ്കു വേണം. ഏലിയ പറയുന്നൊരു വാക്യമുണ്ട്: ഒന്ന്, അത് ദുഷ്കരമാണ്, അത് വളരെ പ്രയാസമാണ്. ഇരട്ടി പങ്ക് നിനക്ക് ലഭിക്കണമെങ്കിൽ അത് വളരെ ദുഷ്കരമാണ്. ഈ സമയം ഏലിയ എലീശയോട് പറയുന്ന ഒരു വാക്യം ഇതാണ്: ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് ഇരട്ടി പങ്ക് ലഭിക്കും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, നോക്കി നിൽക്കെ ആഗ്നേയ അശ്വങ്ങളും, ശ്രദ്ധിക്കുക, ആഗ്നേയം എന്ന് വെച്ചാൽ അഗ്നി നിറഞ്ഞു നിൽക്കുന്ന കുതിരകളും അഗ്നി നിറഞ്ഞു നിൽക്കുന്ന രഥവും കടന്നു വന്ന് ഏലിയായെ എലീശയിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് വിഭജിച്ചു. അതിനുശേഷം ഏലിയ മുകളിലേക്ക് എടുക്കപ്പെടുകയും ഏലിയായുടെ ഒരു പുതപ്പ്, ഒരു മാൻറ്റിൽ, ഒരു ഗ്ലോറി താഴേക്ക് കടന്നു വരികയും ചെയ്തു. എന്ന് വെച്ചാൽ ഷെക്കീന എന്നൊരു വേർഡ് കടന്നു വരുവാനുള്ള കാരണം തന്നെ ഈ മാൻറ്റിലായിരുന്നു. എന്ന് വെച്ചാൽ മഹത്വം, അത് മുകളിൽ നിന്ന് താഴേക്ക് എലീശയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഏലിയ ചെയ്തതിൻ്റെ ഇരട്ടി അഭിഷേകവുമായി എലീശ ഈ ലോകത്തിലൂടെ കടന്നുപോയി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, 2 രാജാക്കന്മാർ 13-ൽ
എലീശ മരിക്കുകയാണ്. എലീശയെ ഒരിടത്ത് അടക്കി. ഈ സമയത്ത് യഹൂദനെ ആക്രമിക്കുന്ന മൊവാബ്യർ, അങ്ങനെ യഹൂദർ ഒരു ജഡവും ചുമന്നുകൊണ്ട്, മൃതദേഹവും ചുമന്നുകൊണ്ട് ഈ എലീശയുടെ ഈ ശവകുടീരത്തിന്റെ അടുത്തൂടെ കടന്നു പോവുകയാണ്. ഈ സമയമാണ് ആക്രമണം നടക്കുക. ഈ സാധ്യതയിൽ ഇവർ പെട്ടെന്ന് തന്നെ മൃതദേഹം എടുത്ത് എലീശയുടെ ശവകുടീരത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ഇവർ ഓടി. പ്രിയപ്പെട്ട ദൈവജനമേ, ബൈബിള് പറയുന്നത് ഈ ശവകുടീരത്തിൽ വീണ ശവം, എലീശയുടെ ശവകുടീരത്തിൽ വീണ ശവം എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവൻ വന്ന് എഴുന്നേറ്റ് നിന്നുവെന്നാണ് ബൈബിള് വ്യക്തമാക്കുക. എന്ന് വച്ചാൽ മരിച്ചവനെ വരെ ഉയർത്തുവാൻ ഇരട്ടി പങ്ക് എലിയായുടെ മാൻറ്റിൽ, ആ വലിയ പുതപ്പ് താഴേക്ക് പതിച്ചപ്പോൾ അവർക്ക് ഈ എലീശയ്ക്ക് ലഭിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനമേ, ഇതൊരു പ്രതീകമാണ്. ഏലിയ പറയുന്ന വാക്യം ശക്തമാണ്. ഈ പെന്തിക്കോസ്റ്റൽ ഡേയിൽ ഇതിലേക്കുള്ള ഒരുക്കത്തിൽ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് അവൻ ഇരട്ടി പങ്ക് സ്വീകരിക്കണം. സ്വീകരിക്കാൻ ഒരു വഴിയാണ് ഏലിയ പറയുക, എടുക്കപ്പെടുന്നത് കാണണം. എടുക്കപ്പെടുന്നത് കാണണം. 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പൗലോസ്ലിയ പറയുന്നുണ്ട്, യേശുവിൻ്റെ ഉത്ഥാനം സാധ്യമായില്ലെങ്കിൽ അതിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി തീരും. എൻ്റെ വിശ്വാസവും വ്യർത്ഥമാണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഉത്ഥാനം, ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഇരട്ടിപ്പങ്ക് അഭിഷേകം ലഭിക്കുവാൻ കാരണമാവുക. ശ്രദ്ധിക്കുക, ഉത്ഥാനവും സ്വർഗത്തിലേക്കുള്ള ആരോഹണവും യേശുവിൻ്റെ 2 വലിയ സാധ്യതകളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. എന്ന് വച്ചാൽ ഉത്ഥാനം ചെയ്യുന്നെങ്കിൽ മാത്രമേ ആരോഹണമുള്ളൂ. ആരോഹണത്തിന് വേണ്ടിയാണ് ഉത്ഥാനം ചെയ്യുന്നത്. 2ൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഒന്നാണ്. ഇനിയും ശ്രദ്ധിക്കുക, ആരോഹണവും പെന്തിക്കോസ്റ്റൽ ഡേയും, പെന്തിക്കോസും എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, യേശു ആരോഹണം ചെയ്യുന്നു, മുകളിലേക്ക് എടുക്കപ്പെടുന്നു. ഈ സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. മോശ മലയുടെ മുകളിലേക്ക് കയറി താഴേക്ക് കൽപ്പലകളുമായി ഇറങ്ങി വന്നു. ഇതുപോലെ തന്നെ യേശു മുകളിലേക്ക് ആരോഹണം ചെയ്തു. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, വളരെ അനുഗ്രഹപ്രദമായ ഒരു വലിയ സാധ്യത ഓർക്കുക, വളരെ വ്യക്തമായി ഓർക്കുക. 3 തിരുനാളുകൾ പുതിയ നിയമത്തിൽ എൻ്റെ ജീവിതത്തിൽ പെന്തിക്കോസ്റ്റൽ ഡേക്ക് അനുഗ്രഹമാണ്. ഇന്ന് പെന്തിക്കോസ്റ്റൽ ഡേ പഴയ നിയമത്തിൽ ലിറ്ററലി ആ വാക്കിൻ്റെ ബലത്തിൽ ഉപയോഗിക്കുന്ന കൊയ്ത്തല്ല, പിന്നെയോ ഒരാത്മീയ കൊയ്ത്തിൻ്റെ ദിവസമാക്കി ദൈവം മാറ്റുക യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടിയാണ്. ഒരു മനുഷ്യൻ്റെ DNA സ്പിരിച്വൽ DNA ആക്കി ദൈവം മാറ്റും. ഒരു മനുഷ്യൻ്റെ ശരീരം സ്പിരിച്വൽ ബോഡിയാക്കി ദൈവം മാറ്റും. ഒരു മനുഷ്യൻ്റെ മനസ്സ് ദൈവം ഒരു സ്പിരിച്വൽ മൈൻഡാക്കി മാറ്റും. ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കയ്യൊപ്പിടുകയും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ അവനെ സ്പിരിച്വലി അവനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ ദൈവം കരുത്തു തരികയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവജനമേ, യെശയ്യാ പ്രവാചകൻ അതിൻ്റെ 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ് പറയുക, എവറി യോക്സ് ക്യാൻ ബി നള്ളിഫൈഡ് ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അല്ലെങ്കിൽ അഭിഷേകം സകല നുകങ്ങളെയും തകർക്കുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം സകല നുകങ്ങളെയും, അത് രോഗമാകാം, വേദനയാകാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാധ്യതയുമാകാം, ദൈവത്തിന് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നുകങ്ങളെ എടുത്തു മാറ്റുവാൻ പറ്റും. ഇന്ന് നമ്മളുടെ പ്രശ്നം, നമ്മൾ ഒരു പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം അവിടെ കടന്നു വരുന്നില്ലെങ്കിൽ
ഒരു സുവിശേഷത്തിൽ അത് കടന്നു വരുന്നില്ലെങ്കിൽ അതൊരു അനുഗ്രഹമാകണമെന്നില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ബൈബിള് പഠിക്കാം, ബൈബിളിൽ PhD എടുക്കാം, ഡോക്ടറേറ്റ് എടുക്കാം, എന്നാൽ അതൊന്നും എന്നെ ഒരു ശക്തിപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. ഒരു വ്യക്തി ശക്തിപ്പെടണമെങ്കിൽ ഓർത്തുകൊള്ളുക, 3 കാര്യങ്ങൾ പ്രാധാന്യമേറിയതാണ്. 1, യേശുവിന്റെ മരണം. 2, യേശുവിന്റെ ഉത്ഥാനം. 3, യേശു ആരോഹണം ചെയ്യുമ്പോൾ താഴേക്കയച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ ഒരു മനുഷ്യനും മാറ്റമുണ്ടാവില്ല. നിന്റെ ഡിപ്രഷനും നിന്റെ ആൻസൈറ്റിക്കും നിന്റെ ഭയത്തിനും ഒരു പരിഹാരമെന്ന് പറയുക, ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെയല്ല. ലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നു കഴിഞ്ഞു എന്ന് പൗലോസ്ലീഹയെ നോക്കി ജനം വിളിച്ചു പറയണമെങ്കിൽ, രാജ്യങ്ങൾ വിളിച്ചു പറയണമെങ്കിൽ, നിന്റെ ഉള്ളിൽ ഒരാത്മാവിന്റെ സാന്നിധ്യം തീ പോലെ കത്തിപ്പടരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനമേ, വളരെ ശക്തമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം നമ്മളുടെ ജീവിതത്തിൽ. എങ്ങനെയാണ് ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ ആഗമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക? വളരെ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ വളരെ വ്യക്തമാക്കുന്ന ദൈവത്തിന്റെ ബൈബിളിലെ ശക്തമായ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ശ്രദ്ധിക്കുക. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും അതുപോലെ 28-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ കടന്നു വരുന്ന വാക്യങ്ങളാണ് ദൈവവചനത്തിന്റെ ഉത്ഥാനത്തിന്റെ ശക്തിയും അതുപോലെ കരുത്തേറിയ സുവിശേഷ പ്രഘോഷത്തിന്റെ ശക്തിയുമൊക്കെ. ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, 28ഉം 29ഉം അധ്യായങ്ങൾ ഉത്ഥാനവും അതുപോലെ കടന്നു വരുന്ന ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടലും ഒക്കെ കടന്നു വരുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അടുത്തത് മത്തായിയുടെ സുവിശേഷം പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനത്തെയും ശിഷ്യപ്പെടുത്തണം എന്ന് 2 രീതിയിലുള്ള മെത്തഡോളജി സുവിശേഷവൽക്കരണത്തിന് നൽകുമ്പോൾ, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനമേ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾക്ക് 21-ാം വാക്യത്തിൽ കാണുവാൻ പറ്റും, ഉദ്ധാനം ചെയ്ത യേശു അവരുടെ നടുവിൽ വന്നിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ. ഈ സാധ്യതകളെല്ലാം ഉണ്ടായിട്ടും അവര് ഒരു സുവിശേഷവൽക്കരണത്തിന് ആ സമയത്ത് ഇറങ്ങുന്നതായി കാണുവാൻ പറ്റുന്നില്ല. ദൈവം അവരോട് പറയുന്ന വാക്യം ഇതായിരുന്നു. പിന്നീട് അപ്പോസ്തല പ്രവൃത്തികൾ 1:4, നിങ്ങൾ കാത്തിരുന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ നിങ്ങൾ ഇവിടം വിട്ടു പോകരുത്. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1:8, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പിന്നീട് ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകുമെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, 40 പേര് ബൈബിൾ എഴുതി. അതിൽ 39 പേരും യഹൂദരാണ്. ഒരാൾ മാത്രം അന്ത്യോക്യയിൽ നിന്ന് കടന്നു വരുന്ന ഈ ലൂക്കാസ് സുവിശേഷകൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു യഹൂദനല്ലാതെ ബൈബിൾ എഴുതിയ ബൈബിളിലെ വ്യക്തി. ഇദ്ദേഹം 2 പുസ്തകങ്ങൾ എഴുതി. ലൂക്കാസ് സുവിശേഷവും അതുപോലെ അപ്പോസ്തല പ്രവൃത്തികളും ഒരുപോലെ എഴുതി വെച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനമേ, ലൂക്കാസ് സുവിശേഷത്തിന്റെ തുടർച്ചയായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത്. ലൂക്കാസ് സുവിശേഷം അപ്പോസ്തല പ്രവൃത്തിയായി തുടരുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, യേശുക്രിസ്തുവിന്റെ ഈ സൗഖ്യത്തിന്റെ അനുഗ്രഹങ്ങളാണ് ലൂക്കാസ് സുവിശേഷകൻ ഒരു വൈദ്യനായതുകൊണ്ട് കൂടുതൽ വ്യക്തമാക്കിയിരുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായി അവ വ്യക്തമാക്കുന്നതായി കാണുവാൻ പറ്റും. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ തുടർച്ചയാണ് ഇവിടെ വ്യക്തമാവുക. ബൈബിളിൽ പുതിയ നിയമത്തിൽ 14 പുസ്തകങ്ങൾ എഴുതിയ പൗലോസ്ലീഹായ്ക്ക് ശേഷം പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ എഴുതിയ വ്യക്തി ലൂക്കാ സുവിശേഷകനാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനമേ, യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ടില്ല, എന്നാൽ പൗലോസ്ലീഹ ട്രെയിൻ ചെയ്ത വ്യക്തി ലൂക്കാ സുവിശേഷകൻ. ഈ ലൂക്കാ സ്ലീഹയുടെ ജീവിതത്തെ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ കാണുവാൻ പറ്റും,
അപ്പസ്തോല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവ് എങ്ങനെയെന്ന് വ്യക്തമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് ഈ വ്യക്തിയാണ്. പുതിയ നിയമത്തിൽ 27% അല്ലെങ്കിൽ 29% അടുത്ത് പുതിയ നിയമത്തിന്റെ ഭാഗങ്ങൾ എഴുതിയ ലൂക്കാസ് സുവിശേഷകന്റെ ഈ ഒരു പുസ്തകം വളരെ ശക്തമാണ്. ശ്രദ്ധിക്കുക, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അനുഗ്രഹത്തിന്റെ ഒരു വലിയ അധ്യായമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ബൈബിളിലെ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ വരുന്ന ശിഷ്യന്മാരും പരിശുദ്ധ കന്യാമറിയവും അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്ന സ്ത്രീകളും അങ്ങനെ 120 പേര് ഒരുമിച്ച് കൂടിയിരുന്ന സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം അവിടെ ഉണ്ടാവുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരേ, വളരെ ശക്തമായ ചില പ്രതിഭാസങ്ങൾ അവിടെ നടക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ശ്രദ്ധിക്കുക, 12 ശിഷ്യന്മാർ, അവരുടെ കൂടെ പരിശുദ്ധ കന്യാമറിയം, അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്ന മേരിയും മാർത്തായും, പിന്നീട് മഗ്ദലന മറിയം അവിടെ കാണുമായിരിക്കാം. അതുപോലെ മേരിയുടെയും മാർത്തായുടെയും സഹോദരങ്ങൾ, ലാസർ ഉൾപ്പെടെ, യേശു ക്രിസ്തു മരിച്ചവരിൽ ഉയർപ്പിച്ച ലാസർ ഉൾപ്പെടെ അവിടെ കാത്തു നിൽക്കുകയാണ്. ദൈവം യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അധികാരപ്പെടുത്തിയ ഇവര് പരിശുദ്ധാത്മാവ് വരാതെ പോകുവാൻ പറ്റാത്ത വിധം ഇവർ ലോക്ക്ഡായിരുന്നു. ഭയത്തില്, വേദനയില്, നെഞ്ചുരുകളിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ ജനത്തിനുണ്ടാകുന്ന മാറ്റം വളരെ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം. ഇവിടെ പെന്തിക്കോസ്റ്റൽ ഡേയിൽ 3 തരത്തിലുള്ള പ്രതിഭാസങ്ങൾ നടക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ പറ്റും. ഒന്ന്, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആ വലിയ ശബ്ദം അവർ കേട്ടു. എന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രതിഭാസം, ഒന്നാമത്തെ അനുഭവം എന്ന് പറയുക, അത് ഓഡിബിൾ ആയിരുന്നു, കേൾക്കുവാൻ പറ്റുന്നതായിരുന്നു പരിശുദ്ധാത്മാവിന്റെ പെന്തിക്കോസ്റ്റ്. 2-ാമത്തെ പ്രതിഭാസം, അവർ കണ്ടു തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരുടെ മേൽ വന്നു പതിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ കേട്ടതിന് ശേഷം അവർ കണ്ടു, ഒരു വിസിബിളായ, കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ. 3, അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഭാഷണമനുസരിച്ച് തന്താങ്ങൾക്ക് അവരെ ഏൽപ്പിച്ച ഭാഷയിൽ അവർ സംസാരിച്ചു. എന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്ന ഓറൽ റേമയായി അവരുടെ വായിൽ നിന്ന് ദൈവത്തിന്റെ വചനം കടന്നു വന്നു. 3 തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്റ്റൽ ഡേയിൽ അവരുടെ മേൽ നൽകുകയാണ്. 1 ഓഡിബിൾ ആയിരുന്നു, 2 വിസിബിൾ ആയിരുന്നു, 3 ഓറൽ ആയിരുന്നു, റേമയായിരുന്നു. വരമൊഴിയായി അവർ സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സാധ്യതയുണ്ടായി. പ്രിയപ്പെട്ട ദൈവജനമേ, വളരെ ശ്രദ്ധിക്കുക ഈ 3 തരത്തിലുള്ള പ്രതിഭാസങ്ങളും. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോൾ ഒരു ഇലക്ട്രിസിറ്റിയും, അതുമല്ലെങ്കിൽ ശരീരത്തുണ്ടാകുന്ന ഒരു തണുപ്പും, ഒരു വെയിറ്റ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വെയിറ്റും ഒക്കെ ശരീരത്തിൽ അനുഭവിക്കുമ്പോൾ, ബൈബിളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുമെന്നോ നമ്മൾക്കറിയില്ല. എന്നാൽ കാറ്റ് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇലകൾ അനങ്ങുമ്പോൾ, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോൾ, ശബ്ദമുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ഇതിൻ്റെയൊക്കെ അർത്ഥം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണുവാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ജനത്തിന്റെ നടുവിൽ ഇടപെടുന്നത് അതിൻ്റെ തീനാവുകളായിട്ടാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടല് തീ മാത്രമല്ല, നാവിൽ തീ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെ നാവിൽ തീയുള്ള മൂർച്ചയേറിയ മനുഷ്യനാക്കി മാറ്റുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇടപെടലാണ്. 3 തരത്തിലുള്ള ആ സാധ്യതകള് പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവോടുകൂടി ഒരു വ്യക്തിയിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരേ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 6-ാം വാക്യം. യേശു ഉദ്ധാനം ചെയ്യുകയാണ്. ഉദ്ധാനം ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. കടന്നു വരുന്ന സ്ത്രീകളെ അവിടെ ഇരിക്കുന്ന ദൂതൻ ഇങ്ങനെയാണ് പറഞ്ഞത്: വന്ന് കാണുക, എന്നിട്ട് വേഗം പോയി ശിഷ്യന്മാരോട് പറയുക. ശ്രദ്ധിക്കുക, വന്ന്
കാണുക, വേഗം പോയി പറയുക. 4 തരത്തിലുള്ള പ്രോസസ്, ആക്ടിവിറ്റി ദൈവത്തിൻ്റെ ഉദ്ധാനം കാണുന്നവരുടെ മേൽ ദൈവം ഏൽപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവോടുകൂടി അവ ആക്ടിവേറ്റ് ചെയ്യുവാൻ ദൈവം ഇടവരുത്തും. എന്തൊക്കെയാണ്? വരണം, കാണണം, പോണം, പറയണം. ശ്രദ്ധിക്കുക. കം, സീ, ഗോ ആൻഡ് പ്രീച്ച്. ഈ 4 തരത്തിലുള്ള ആക്ടിവിറ്റിയെ ബേസ് ചെയ്താണ് ഒരു വിശ്വാസിയുടെ ജീവിതം കടന്നു പോവുക. ഇതിനു വേണ്ടിയാണ് ഒരു വ്യക്തിയെ ദൈവം വിളിച്ചിരിക്കുന്നത് തന്നെ. എന്ന് വച്ചാൽ 2 തരത്തിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം. 1 അകത്ത് നടക്കുന്നത്, 2 പുറത്തു നടക്കുന്നത്. അകത്ത് നടക്കുന്നതാണ് ഞാൻ കാണണം, ഞാൻ അനുഭവിക്കണം, അതിന് ഞാൻ വരണം, വന്ന് കണ്ട് ടേസ്റ്റ് ചെയ്യണം, കർത്താവ് എത്ര നല്ലവനെന്ന് ടേസ്റ്റ് ചെയ്യണം. അതിന് സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതിനുശേഷം വേഗം പോയി ഞാൻ പറയണം, ഗോ ആൻഡ് പ്രൊക്ലൈം. ഞാൻ പോയി പറയണം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം ലോകത്തിൽ ഇല്ല എന്ന് പറയേണ്ട സമയമാണിത്. എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി നിങ്ങൾ ഓർക്കുക, 1 യോഹന്നാൻ 1:1 യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഓഡിബിൾ, ഞങ്ങൾ കണ്ടതും വിസിബിൾ, ഞങ്ങൾ തൊട്ടറിഞ്ഞതുമായ, സ്പർശിച്ചറിഞ്ഞതുമായ ഒരു സുവിശേഷം നിങ്ങളോട് സംസാരിക്കുന്നു. ഓറലായിട്ട് നിങ്ങളോട് പറയുന്നു. കേട്ടത്, കണ്ടത്, സ്പർശിച്ചത്, ടേസ്റ്റ് ചെയ്തത് നിങ്ങളോട് സംസാരിക്കുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ വ്യക്തമാക്കുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, പൂർവകാലങ്ങളിൽ പ്രവാചകരിലൂടെ വിവിധ രീതികളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലേക്ക് ദൈവം വിവിധ രീതികളിലും വിവിധ ഘട്ടങ്ങളിലും സംസാരിച്ചു. എന്നാൽ ഹെബ്രായർ 1:1 പറയുന്ന വാക്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആഴമൊന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇന്നീ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ പുത്രനാൽ നമ്മളോട് സംസാരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുക. അതിന് സഹായിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, അതുകൊണ്ട് തന്നെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമാണ്. ലൂക്കാസ് സുവിശേഷം 4:18 യേശു ക്രിസ്തു യേശയ്യാ പ്രവാചകന്റെ ഒരു വാക്യം വായിച്ചാണ് തൻ്റെ പരസ്യ ജീവിതം തുടങ്ങുക, പബ്ലിക് മിഷൻ തുടങ്ങുക. ഇങ്ങനെയാണ് വായിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, കാരണം അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പിന്നീട് പറയുകയാണ്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, കർത്താവിൻ്റെ വത്സരം പ്രഖ്യാപിക്കുവാൻ ഒക്കെ ദൈവം എന്നെ തടവുകാർക്ക് മോചനമായി, ബന്ധിതർക്ക് വലിയ അനുഗ്രഹമായി ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. The Spirit of the Lord is upon me because He has anointed me. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, കാരണം എൻ്റെ മേൽ ആത്മാവുണ്ട്. അഭിഷേകം ചെയ്യുന്നത് ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, ശ്രദ്ധിക്കുക, വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് ഒരു വസ്തുവല്ല, പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു ഐഡിയ അല്ല. പരിശുദ്ധാത്മാവെന്ന് പറയുക ഒരു പേഴ്സണാലിറ്റിയാണ്. ലോകത്തിൽ ഒത്തിരി കോൺട്രവേഴ്സി എന്ന് വെച്ചാൽ ഒത്തിരി തർക്കവിഷയമായ ഒരു സബ്ജക്റ്റാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പഴയ നിയമം തൊട്ട് പുതിയ നിയമം വരെ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ അനുഗ്രഹം എന്തെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക. എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക പരിശുദ്ധാത്മാവിനെ? പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു ഫോഴ്സ് അല്ല, ഒരു ഐഡിയ അല്ല, ഒരു വസ്തുവല്ല. പിന്നെ പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. 2 കൊരിന്ത്യൻസ് 13 വാക്യത്തിലൊക്കെ കാണുക, അവൻ എന്നൊരു വാക്യത്തിലാണ് പലപ്പോഴും ബൈബിളിൽ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ അവതരിപ്പിക്കുക. അവൻ, ഹി എന്ന് വെച്ചാൽ
ഒരു വ്യക്തിയുടെ പേരായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുക. എന്ന് വെച്ചാൽ അതൊരു പേഴ്സണാലിറ്റിയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, പെന്തിക്കോസ്റ്റൽ ഡേക്ക് ഒരുങ്ങുമ്പോൾ ഇന്ന് ഞാൻ ചിന്തിക്കുക, എനിക്കൊരു ശക്തി മതി. ശക്തി ധരിക്കണമെങ്കിൽ ശക്തി കൊണ്ടുവരുന്ന വ്യക്തിയെ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. 2-3 കാര്യങ്ങൾ ചേർത്ത് വെക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം 29-ാം വാക്യം. ഫിലിപ്പോസിനോട് രഥത്തിലിരിക്കുന്ന ഷണ്ഡൻ യെശയ്യായുടെ ആ ഒരു പുസ്തകത്തിലെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു രഥത്തോട് ചേർന്ന് നടക്കുവാൻ. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന് സംസാരിക്കാം, ശബ്ദമുണ്ട്, വോയിസ് ഉണ്ട്. ഇതൊന്നാമത്തെ പോയിന്റ്. പരിശുദ്ധാത്മാവിന് ശബ്ദമുണ്ട്. 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായം 11-ാം വാക്യത്തില് വരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടമനുസരിച്ച്, ഇച്ഛയനുസരിച്ച്, വില്ലനുസരിച്ച് ഓരോരുത്തർക്കും അഭിഷേകം അല്ലെങ്കിൽ അതിന് ചേർന്ന വരങ്ങൾ നൽകുന്നതായി ബൈബിൾ പറയുന്നു. ഇതിന്റെ അർത്ഥം ഓർക്കുക, പരിശുദ്ധാത്മാവിന് ഒരു ഇഷ്ടമുണ്ട്. ഓരോ വ്യക്തിയുടെ മേലും ഇടപെടുവാൻ പറ്റുന്ന ഇഷ്ടമുണ്ട്. 3 എഫെസോസ്യരുടെ പുസ്തകം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എന്ന് വെച്ചാൽ വേദന കൊടുക്കുന്ന സാധ്യത. ഫീലിങ്സ് ഉണ്ട്, വോയിസ് ഉണ്ട്, ഇഷ്ടമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഒരു വ്യക്തിക്കുള്ളതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് എല്ലാ ഇമോഷണൽ അല്ലെങ്കിൽ എല്ലാ ഫീലിങ്സുമുള്ള ഒരു വ്യക്തിത്വമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിസിറ്റി ആകുന്ന ശക്തിയെ ആശ്രയിക്കുന്ന പോലെ ആവശ്യമുള്ള സമയത്ത് പ്ലഗ് ചെയ്യുകയും ആവശ്യമില്ലാത്തപ്പോൾ മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമാകും. അതിലുമുപരി ഒരു വ്യക്തിയാ. ഈ ലോക്ക്ഡൗൺ കാലങ്ങളിൽ ചില ഫോൺ കോളുകൾ നമ്മളുമായി അകന്നു നിൽക്കുന്ന വ്യക്തിയെ കൂട്ടിമുട്ടുവാനും വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കുവാനും നമുക്ക് പറ്റിയെങ്കിൽ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ അതൊരു റിലീജിയൻ അല്ല, അതൊരു റിലേഷൻഷിപ്പാ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, നമ്മൾ റിലേഷൻ ഉണ്ടാകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി ബന്ധം സ്ഥാപിക്കണം, ഫെലോഷിപ്പ് ഉണ്ടാകണം. ദൈവവുമായി പരിശുദ്ധാത്മാവിനെ എല്ലാ സമയത്തും, എല്ലാ സെക്കൻഡുകളിലും, എല്ലാ മിനിറ്റുകളും ഇങ്ങനെ കൊതിക്കണം. സങ്കീർത്തനം 42:1 വാക്യം, നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ ദൈവമേ അങ്ങേക്ക് ഞാൻ ദാഹിക്കുന്നു, കൊതിക്കണം. സങ്കീർത്തനം 51-ൽ ഈ ദാവീദ് പറയുന്നുണ്ട്, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഓർക്കുക, ദാവീദ് ആ സമയം രാജാവാ. എന്തു വേണേ എടുത്തുകൊള്ളുക, എൻ്റെ രാജത്വം, എൻ്റെ സമ്പത്ത്, എൻ്റെ യോഗ്യത എന്തു വേണേ എടുത്തോ, എന്നാൽ പരിശുദ്ധാത്മാവിനെ മാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ. രാജത്വത്തെക്കാൾ, എൻ്റെ വിദ്യാഭ്യാസത്തെക്കാൾ, എൻ്റെ ഈ സമ്പത്തിനേക്കാൾ വളരെ വിലയേറിയ അനുഗ്രഹമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ പെന്തിക്കോസ്റ്റൽ ഡേ ഒരു കൊയ്ത്തുകാലമാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ ജീവിതം ആദ്യ ഫലമായി ആദ്യത്തെ കച്ച കൊടുക്കുന്നത് പോലെ ദൈവത്തിന് സമർപ്പിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. ഞാൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, സുവിശേഷം പ്രസംഗിക്കുന്നതിന് ശേഷം, ഒരു സമയത്ത് സൗദി എന്ന് പറയുന്ന വളരെ സ്ട്രിക്റ്റായ ഒരു രാജ്യത്ത് സുവിശേഷം പറയുവാൻ കടന്നു ചെന്നു. ആദ്യമായി ചെല്ലുന്ന രാജ്യത്ത് സുവിശേഷം പറയുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ സുവിശേഷം ചെറിയ ഗ്രൂപ്പിൽ അടച്ചിട്ട മുറികളിൽ വലിയ ഗ്ലാസ് ഒക്കെ കൊടുത്ത് സൗണ്ട് പ്രൂഫായി ഒരു തുള്ളി ശബ്ദം വെളിയിൽ പോകാതെ അവിടെ സുവിശേഷം പറയുന്ന സമയം കുറച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. സുവിശേഷത്തിന് നടുവിൽ കുറച്ചുപേർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അവർ കൊങ്കിണി സംസാരിക്കുന്ന മംഗലാപുരത്തിൽ നിന്ന് വന്ന് സൗദിയിൽ സെറ്റിൽ ചെയ്ത് ജനം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും കേൾക്കുവാൻ പറ്റുന്നില്ല, ഐ കാൻ ഹിയർ എനിത്തിങ്, ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയം ഞാൻ അവരോട് പറഞ്ഞു, ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഈ സമയം മലയാളികൾ പറഞ്ഞു, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, എന്ത് ചെയ്യാനാണ്? ഉള്ളിൽ കുളിരുകോരി
ഇരുകരങ്ങൾ ഉയർത്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നിന്റെ വലിയ സാന്നിധ്യം ഒഴുകണമേ. ഞാൻ എന്നിട്ട് ആ ഗ്രൂപ്പിനെ മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിലേക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. പിന്നീട് സുവിശേഷം പറഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത കാര്യം, പറഞ്ഞത് മുഴുവൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പല ലാംഗ്വേജുകളിലും. എന്നാൽ കേട്ടവർ, പല ഭാഷയിലുള്ളവർ, ഹിന്ദിയിലും കൊങ്കണിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും കടന്നുപോയവർ ഈ വാക്യങ്ങൾ കേട്ടിരുന്നു. അവർക്കെല്ലാം മനസ്സിലായി, ദൈവത്തിന്റെ വചനം മനസ്സിലായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും, ജീവിതങ്ങളെ മാറ്റും, സാഹചര്യങ്ങളെ മാറ്റും, അനുഗ്രഹമാകും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പെന്തിക്കോസ്റ്റൽ ഡേയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾക്കൊന്നൊരുങ്ങാം. ഓർത്തുകൊള്ളുക, കൊയ്ത്തെടുപ്പാണ്. ധൈര്യമുള്ളവർക്ക് ജീവിതത്തിന്റെ ആദ്യ ഫലം കറ്റ കൈകളിൽ വെച്ച് ദൈവത്തിന് വിട്ടുകൊടുക്കാം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ ബലിപീഠത്തിൽ അഗ്നി, നിന്റെ ബലിപീഠം, നീ ദൈവത്തിന്റെ ആലയമാ. 1 കൊരിന്ത്യർ 3:16. ഇവിടെ എപ്പോഴും അഗ്നി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം, ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കണം. ആ 2 പോയിന്റ് എടുക്കുക. 3-ാമത്തെ കാര്യം, ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, പരിശുദ്ധി. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ പരിശുദ്ധി വേണം. നീ എത്ര വലിയ പാപത്തിലാണെങ്കിലും, ഏത് പാപമാണെങ്കിലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ പാപങ്ങളെയെല്ലാം ഇന്ന് വെറുത്തുപേക്ഷിക്കാം. മദ്യപാനമാകാം, പുകവലിയാകാം, ചെറുതു തൊട്ട് വലുതുവരെയുള്ള കൊലപാതകം, പോണോഗ്രാഫി, സെക്ഷൽ സിന്ന് എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ഈ ഒരു സമയത്ത് കണ്ണുകൾ നിങ്ങൾ അടയ്ക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ന് മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നതുപോലെ, വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഇറങ്ങി വരട്ടെ. നിങ്ങളിത് കേൾക്കണം, നിങ്ങളിത് കാണണം, നിങ്ങളിത് സംസാരിക്കണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഞങ്ങളിത് കേൾക്കണം, ഞങ്ങളിത് കാണണം, ഞങ്ങളിത് സംസാരിക്കണം. ഓഡിബിൾ ആകണം, വിസിബിൾ ആകണം, ഓറൽ ആകണം. ദൈവത്തിന്റെ ആത്മാവിനാൽ യേശുവല്ലാതെ ലോകത്തൊരു ദൈവമില്ലെന്നും, ദൈവത്തിന്റെ വചനമല്ലാതെ ലോകത്തിലൊരു സത്യമില്ലെന്നും, ലോകത്തിലൊരു സംസ്കാരം മതി, അത് യേശുവിന്റെ സംസ്കാരം, ക്രിസ്തുവിന്റെ സംസ്കാരം, ഒരു ക്രൈസ്റ്റ് കൾച്ചറാണെന്ന് ലോകത്ത് വിധി എഴുതുവാൻ നിങ്ങൾ തയ്യാറെങ്കിൽ ഇരുകരങ്ങളും വിരിച്ചു പിടിക്കുക. ഇനി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഓർക്കുക, പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ, സുവിശേഷം പറഞ്ഞപ്പോൾ 11 പേരും കൂടെ എഴുന്നേറ്റ് നിന്നു. അന്നത്തെ ദിവസം പറയുക, ജോയൽ 2:28, അന്ന് എല്ലാവരുടെയും മേൽ ഇങ്ങനെ സംഭവിക്കും, എല്ലാവർക്കും ലഭിക്കും. പഴയ നിയമത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൊടുത്തു, ഇതാ പുതിയ നിയമത്തിൽ എല്ലാവർക്കും. കുഞ്ഞുങ്ങൾ തൊട്ട് വളരെ വലിയ വൃദ്ധന്മാർ വരെ നർത്തകരുടെ നിരയിലേക്ക് വലിയ തപ്പെടുത്തും താളം കൊട്ടിയും യേശുവിനെ സ്തുതിച്ചാരാധിക്കുന്ന ഈ ഒരു വലിയ സാന്നിധ്യം. കണ്ണുകളടച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നിന്നെപ്പോലൊരു ശക്തിയില്ല, നിന്നെപ്പോലൊരു വ്യക്തിയില്ല. നീ വേദനിക്കുന്നവനാണ്, നീ ഫീലിംഗ് ഉള്ളവനാണ്, നീ കേൾക്കുന്നവനാണ്, ഇഷ്ടമുള്ളവനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നീ ഒരു വ്യക്തിയാണെങ്കിൽ, നിനക്ക് വേദനയുണ്ടാകുമെങ്കിൽ, ഇഷ്ടമുണ്ടാകുമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നിനക്ക് ഇഷ്ടക്കേട് വരുത്തിയ, നിന്നെ വേദനിപ്പിച്ച നിന്റെ വാക്കുകൾ ഞാൻ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ എല്ലാ സമയങ്ങളും ഞാൻ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് തൊട്ട് ഒരു തീരുമാനമെടുക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തയ്യാറെടുക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുന്നു. ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചുരുങ്ങിയ സമയത്തുള്ളിൽ ദൈവം നിങ്ങളെ തൊടുകയാണ്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ജനത്തെ തൊടണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വലിയ സാന്നിധ്യം ഒഴുകണമേ, വലിയ തീ ഒഴുകണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ക്യാൻസറുകൾ വിട്ടുപോകട്ടെ, വീൽ ചെയറിൽ ഇരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിനാൽ സുവിശേഷം പറയുന്ന ഒരു വലിയ ജനം ഇവിടെ ഉടലെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ കൊടുങ്കാറ്റ് അഗ്നി നാവായി ഓരോ വ്യക്തികളുടെ മേലും കടന്നു വരട്ടെ. യേശുവിന്റെ ആത്മാവിനാൽ അനുഗ്രഹമാകട്ടെ. ഈ സമയം ഓട്ടിസം ഉണ്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന,
അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡഡ് ആണ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ, ഉദരത്തിൽ വഹിക്കുന്ന ഒരു കുഞ്ഞിനെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം ആ കുഞ്ഞിന് ഒരു പ്രശ്നവുമില്ലാതെ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം ഒരു ചെറുപ്പക്കാരൻ പാപത്തിൽ ഒരു സമയത്ത് ദൈവത്തോട് ചേർന്നിരുന്ന് ഇന്ന് പാപത്തിൽ അകന്നുപോയ നിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ട് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലിന് നടക്കുവാൻ ബുദ്ധിമുട്ടി പ്ലാസ്റ്റർ ഇട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവിടെ സൗഖ്യം നൽകുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. കാത്തിരുന്ന് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് കഴിഞ്ഞ നാളുകളും പ്രതീക്ഷിച്ച് ഉദരത്തിലെ കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ദൈവം തൊട്ടു ഇതാ ദൈവത്തിന്റെ ആത്മാവിനാൽ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി പേരെ നാവിൽ ബലം നൽകി, വലിയ അനുഗ്രഹം നൽകി, വലിയ അഭിഷേകമാക്കി ദൈവം നിങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ. യേശുവിന്റെ പരിശുദ്ധാത്മാവിനാൽ വലിയ തീയായി മാറട്ടെ. ഇതാ വീണ്ടും ഒരു പെന്തിക്കോസ്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. യേശു എന്ന നാമത്തിൽ തന്നെ ഓർക്കുക, നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി മാറ്റിവെക്കുക. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.